എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പൊട്ടക്കസേരയും പഴംതുണിയും കൊണ്ടുള്ള ഒരു ട്രിക്കാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു പൊട്ടക്കസേര എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ പൂർണ്ണമായിട്ട് വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മുടെ ചാക്കുസൂചിയാണ്. ചാക്കുസൂചി ചൂടാക്കി ഇത് തുളച്ച് എടുക്കുകയാണ്. നന്നായിട്ട് തുളച്ചെടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള ഒരു വള്ളി കൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പിയാണേലും മതി, കമ്പിയിട്ട് നല്ലപോലെ മുറുക്കി ഇത് ജോയിൻ്റ് ചെയ്ത് കെട്ടണം. നല്ലപോലെ കെട്ടണം. അതിൻ്റെ ജോയിൻറ്റുകൾ നല്ല ഭംഗിയായിട്ട് ചേർന്നിരിക്കുന്ന വിധത്തിൽ തന്നെ നമ്മളത് കെട്ടിയെടുക്കണം. ഇതായത് കൊണ്ടോ നല്ലപോലെ ഉറപ്പിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു തുണി എടുത്തിട്ടുണ്ട്. പഴയ ഒരു ബെഡ്ഷീറ്റിൻ്റെ കഷ്ണമാണ്. അതെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം ഇത് കസേര ഇതുപോലെ വെച്ചിട്ട് ഈ കസേരയുടെ ഷേപ്പ് വരുന്ന വിധത്തിൽ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കണം. അങ്ങനെ വരച്ച് ലാസ്റ്റ് കൈ ഇവിടെ ഇതിൻ്റെ നീളത്തിൽ കൈയുടെ നീളം വരെ വരച്ചെടുക്കണം. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഷേപ്പിൽ തന്നെ. ഇത് 2 പീസാണ് ഇപ്പോൾ നമ്മൾ കട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ 2 പീസുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് അടിക്കുകയാണ്. ഇത് അടിച്ചെടുക്കുന്ന പോലെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഈ 2 പീസുകളും യോജിപ്പിച്ച് അടിച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ കസേരയിൽ ഇട്ട് കൊടുക്കണം. കൊടുത്ത് കഴിയുമ്പം ഈ കോർണർ രണ്ടും ഈ ചുരുക്ക് വരും. ആ ചുരുക്ക് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തിട്ട് അത് മെഷീനെ വെച്ച് 2 സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ 2 സൈഡും അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് കസേരയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പുറകുവശത്ത് കുറേ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ പുറകുവശം കുറച്ച് നല്ലപോലെ ടൈറ്റ് ആക്കണ്ട, കുറച്ച് ടൈറ്റാക്കി ഇതുണ്ടോ ഊരാവുന്ന രീതിയിൽ നമ്മൾ ഒരു പിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതിൻ്റെ അവിടെ അകത്തുനിന്ന് ഒരടിപ്പ് ഇതുണ്ട് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് ചേർന്ന് ജോയിൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ അകത്ത് ഒരു പീസ് പിടിപ്പിക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ വീതിയും ഇവിടുത്തെ നീളവും ഫ്രണ്ട് വശത്തെ വീതിയും നമ്മൾ എടുക്കണം. ബാക്കിലെ വീതിയും ഫ്രണ്ട് വീതിയും തമ്മിൽ വ്യത്യാസം കാണും. അങ്ങനെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ പീസ് നമ്മൾ ഇതിലോട്ട് വെച്ചൊന്ന് പിൻ ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 4 ഭാഗങ്ങൾ നമ്മൾ പിൻ ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ആ യോജിപ്പിച്ച് കൊടുത്ത ഭാഗങ്ങൾ ഇനി നമ്മൾ തയ്യൽ മെഷീനെ വെച്ച് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ കാലിൻ്റെ ഈ സൈഡ് ചേർത്ത് ഇവിടെ വേണമെങ്കിൽ വലിച്ചിങ്ങനെ കെട്ടിക്കൊടുക്കാൻ ഈ സൈഡിലും 2 ബാക്ക് സൈഡിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ആ കോർണർ ചേർന്ന് സൈഡിലും വെച്ച് കൊടുക്കാം. ഇതിന് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഊരിപ്പോകാതിരുന്നു നമ്മൾ അങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ. അങ്ങനെ 4 ഭാഗവും ബാക്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഇട്ട് അടിവശത്ത് മടക്കൊന്നും വേണ്ട, അടിവശത്തെ ആ വീതി എടുക്കുകയാണ്. അതും കസേരയുടെ കാലിൻ്റെ നീളം കൂടി എടുക്കുന്നുണ്ട്. കസേരയുടെ കാലിൻ്റെ നീളം 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇതിനെ ചുറ്റിനും വെച്ച് കൊടുക്കാവുന്ന വലുപ്പത്തിൽ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഈ 2 പീസുകളും കൂടെ ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കാം. കൂടുതൽ വീതിക്ക് ഉണ്ട്. അടിവശത്ത് ഇച്ചിരി വീതി കൂടുതൽ വേണം. മുകൾ ഭാഗത്തേക്കാൾ കൂടുതലായിട്ട് കസേരയുടെ കാലിൻ്റെ ഭാഗം ഇച്ചിരി വിടർന്നാണ് നിൽക്കുന്നത്. അതനുസരിച്ച് ഒരു സ്വല്പം ചെരിച്ച് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ
ഇങ്ങനെ തയ്ക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഞുറിച്ചിലിട്ട് കൊടുക്കാം ഈ മുകൾ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഇട്ടാലും ഭംഗിയാണ്. കാല് പൊട്ടിയതൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് മിനിമം ടൈറ്റിന് ഇത് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഫ്രണ്ട് വശത്ത് വരുന്ന ഭാഗം മാറിപ്പോകാതെ, ഫ്രണ്ടിലാണ് 2 അടിപ്പ് നമ്മൾ തിരിച്ചടിച്ചിട്ടുള്ളത്. ആ ഫ്രണ്ട് വശം വരുന്ന ഭാഗം മാറിപ്പോകാതെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മനോഹരമായ ഒരു കസേരയായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ. സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. തയ്യൽ സംബന്ധമായ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം.